ഹലോ മക്കളെ, അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും അറ്റൻഷൻ ഈ ഒരു വീഡിയോയ്ക്ക് സ്പെഷ്യലായിട്ട് വേണം. കാരണം ഈ ഒരു വീഡിയോയിൽ നമ്മൾ നമ്മുടെ ബയോളജിയിലെ നമ്മുടെ +2 എക്സാമിന് ഓണം എക്സാമിനുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഒരു കാരണവശാലും എൻ്റെ കുട്ടികളെ മിസ് ചെയ്യാതിരിക്കുക. ആൻഡ് സമയമൊന്നും ലേറ്റ് ആക്കുന്നില്ല. ഒരു കാര്യം കൂടെ ഓർമ്മിപ്പിക്കാനുള്ളത്, ഇന്ന് വൈകിട്ടുള്ള ലൈവ് എൻ്റെ മക്കളെ മിസ് ചെയ്യരുത്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എല്ലാവരും എല്ലാ ഫ്രണ്ട്സിനെയും കൂട്ടിയിട്ട് കറക്റ്റ് 7 PM നമ്മുടെ ചാനലിലേക്ക് വരണം. ആൻഡ് വേഗം നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. കണ്ടിന്യൂഡ് സെൽഫ് പോളിനേഷൻ റിസൾട്ട് ഇൻ ഇൻബ്രീഡിങ് ഡിപ്രഷൻ. അല്ലേ, ഇൻബ്രീഡിങ് ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എപ്പോഴും സെൽഫ് പോളിനേഷൻ നടത്തി കഴിഞ്ഞാൽ പ്ലാന്റ്സിൻ്റെ ഫെർട്ടിലിറ്റി കുറയും. ഓക്കെ, സോ ഫ്ലവറിംഗ് പ്ലാന്റ്സ് ഹാവ് ഡെവലപ്ഡ് മെനി ഡിവൈസസ്. എന്തിനു വേണ്ടിയിട്ട്? ടു ഡിസ്കറേജ് സെൽഫ് പോളിനേഷൻ. ഓക്കെ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഔട്ട് ബ്രീഡിങ് ഡിവൈസസ് എന്ന് പറയുന്നത്. അല്ലേ, പ്ലാന്റ്സ് തന്നെ സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഡിവൈസസ് ആണ്. എന്തിനു വേണ്ടിയിട്ട്? സെൽഫ് പോളിനേഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ. അത്തരത്തിലുള്ള ഡിവൈസസിനെയാണ് നമ്മൾ ഔട്ട് ബ്രീഡിങ് ഡിവൈസസ് എന്ന് പറയുക. നമ്മളോട് പറഞ്ഞത് ഇങ്ങനത്തെ ഏതെങ്കിലും 3 ഡിവൈസസിൻ്റെ പേര് എഴുതാനാണ്. ഓക്കെ, സിമ്പിൾ. അപ്പം നമുക്ക് ആദ്യം എന്ത് എഴുതാം? സെൽഫ് ഇൻകോമ്പാറ്റബിലിറ്റി. അല്ലേ, സെൽഫ് ഇൻകോമ്പാറ്റബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതൊരു ജനറ്റിക് മെക്കാനിസം ആണ്. സ്വന്തം തന്നെ പോളൻ ആണെങ്കിൽ പോളൻ ട്യൂബിൻ്റെ ജെർമിനേഷൻ പ്ലാന്റ്സ് പ്രിവെൻറ്റ് ചെയ്യും. രണ്ടാമത് എന്താണ്? നമുക്ക് ഡയേഷ്യസ് ആയിട്ടുള്ള പ്ലാന്റ്സിനെ ഉണ്ടാക്കാം. ഡയേഷ്യസ് ആയിട്ടുള്ള പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ ഒരു പ്ലാന്റിൽ ഒരു സെക്സ് ഓർഗൻ ഉള്ള ഫ്ലവർ മാത്രമേ ഉണ്ടാവുള്ളൂ. ദെൻ നമുക്ക് യൂണിസെക്ഷൽ ഫ്ലവേഴ്സിനെ പ്രൊഡ്യൂസ് ചെയ്യാം. അതായത് ഒരു ഫ്ലവറിൽ ഒരു സെക്സ് ഓർഗൻ മാത്രം. അതും അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? നമ്മുടെ പോളൻ മെച്ചുറേഷനും സ്റ്റിഗ്മ റിസെപ്റ്റിവിറ്റിയും ടൈം ഡിഫറെൻ്റ് ആക്കാം. അതേപോലെ തന്നെ ഇവരെ ഡിഫറെൻറ്റ് പൊസിഷൻസിൽ വെക്കാം. ഇതെല്ലാം ഔട്ട് ബ്രീഡിങ് ഡിവൈസസ് ആണ്. ദെൻ നമ്മളുടെ അടുത്ത ക്വസ്റ്റ്യൻ ഒരു സ്ഥിരം ആളാണല്ലേ. എന്താണ്? ഡിഫൈൻ പോളിനേഷൻ ആൻഡ് കംപ്ലീറ്റ് ദ ടേബിൾ വിത്ത് എനി 2 അഡാപ്റ്റേഷൻസ്. ഓക്കെ, വിൻഡ് അഡാപ്റ്റേഷനും വാട്ടർ അഡാപ്റ്റേഷനും ഇൻസെക്റ്റ് അഡാപ്റ്റേഷനും 2 എണ്ണം വീതം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് എന്താണ് പോളിനേഷൻ എന്ന് ഡിഫൈൻ ചെയ്യണം. അല്ലേ, പോളിനേഷൻ ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞാൽ എൻ്റെ കുട്ടികൾ എന്താ എഴുതാം? ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻസ്. അല്ലേ, എവിടുന്ന് എങ്ങോട്ടേക്കുള്ള ട്രാൻസ്ഫർ ആണ്? ഫ്രം ദി ആന്തർ ടു ദ സ്റ്റിഗ്മ. ഓക്കെ, സോ പോളിനേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻസ് from the anther to the stigma. ആന്തറിൽ നിന്ന് സ്റ്റിഗ്മയിലേക്കുള്ള പോളൻ ഗ്രെയിൻസിൻ്റെ ട്രാൻസ്ഫറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പോളിനേഷൻ എന്ന് പറയുന്നത്. ഇന്ന് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അഡാപ്റ്റേഷൻസ് എഴുതാനാണ്. അതായത് ഇൻസെക്റ്റ് അഡാപ്റ്റേഷന് 2 ഫീച്ചേഴ്സ് എഴുതാം, വിൻഡ് അഡാപ്റ്റേഷന് 2 ഫീച്ചേഴ്സ് എഴുതാം, ആൻഡ് വാട്ടർ അഡാപ്റ്റേഷന് 2 ഫീച്ചേഴ്സ് എഴുതാം. അപ്പോൾ എപ്പോഴും ഫോർ എ സേഫ്റ്റി നിങ്ങൾ 2-ലധികം ഫീച്ചേഴ്സ് പഠിച്ചു വെക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മളോട് 2 എണ്ണേ പറഞ്ഞിട്ടുള്ളൂ. നമ്മൾ എന്തുണ്ടാക്കും? കളർഫുൾ ആയിട്ടുള്ള ലാർജ് ഫ്ലവേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യും. ലാർജ് ഫ്ലവേഴ്സ്. പിന്നെ എന്തായിരിക്കും? സ്റ്റിക്കി ആയിട്ടുള്ള സ്പൈനി പോളൻ ഗ്രെയിൻ ആയിരിക്കും. അല്ലേ, സ്റ്റിക്കി സ്പൈനി പോളൻ. പിന്നെ നമുക്ക് പറയാം ഫ്രാഗ്രൻസ് പ്രൊവൈഡ് ചെയ്യും, എഗ് ചെയ്യാനുള്ള സ്പേസ് കൊടുക്കും റിവാർഡായിട്ട്, പോളൻ കൊടുക്കും റിവാർഡായിട്ട്. അല്ലേ, ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ എഴുതാം. 2 എണ്ണം പറഞ്ഞോളൂ, ബസ് 2 എണ്ണം എഴുതുന്നുള്ളൂ. ഇനി വിൻഡ് അഡാപ്റ്റേഷൻ എന്താണ് നമുക്ക് പറയാം? ഡ്രൈ ആൻഡ് നോൺ സ്റ്റിക്കി ആയിട്ടുള്ള പോളൻ ആണ്. അല്ലേ, ഡ്രൈ നോൺ സ്റ്റിക്കി പോളൻ. നോൺ സ്റ്റിക്കി ആയിട്ടുള്ള ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള പോളൻ. ലൈറ്റ് വെയ്റ്റ് പോളൻ. പിന്നെയോ ന്യൂമറസ് പോളൻ പ്രൊഡ്യൂസ് ചെയ്യും. എന്തിനു വേണ്ടിയിട്ട്? ആരെങ്കിലുമൊക്കെ ഇവിടെ എത്താൻ വേണ്ടിയിട്ട്. പക്ഷേ സിംഗിൾ ഒബ്യൂൾ ഉണ്ടാവുള്ളൂ. പിന്നെ നമ്മുടെ സ്റ്റിഗ്മ എങ്ങനെയാണ്? ഫെതറി സ്റ്റിഗ്മയാണ്. നമുക്ക് ഒത്തിരി ഫീച്ചേഴ്സ് എഴുതാൻ നിങ്ങൾക്ക് ഇങ്ങനെ മുട്ടുന്നുണ്ടെന്ന് മിസ്സിനറിയാം, പക്ഷെ തൽക്കാലം 2 എണ്ണം മതി. ആൻഡ് വാട്ടറിൻ്റെ കാര്യത്തിലാണെങ്കിൽ എന്താണ്? ലോങ് റിബൺ ഷേപ്ഡ് ആയിട്ടുള്ള പോളൻ ആണ്. ലോങ് റിബൺ ഷേപ്ഡ് പോളൻ. റിബൺ ഷേപ്ഡ് പോളൻ. പിന്നെ നമുക്ക് എന്ത് പറയാം? പോളന് ചുറ്റും ഒരു മ്യൂസിലേജിനസ് കോട്ടിംഗ് ഉണ്ടാവും ടു പ്രിവെൻറ്റ് വെറ്റിംഗ്. ഓക്കെ, മ്യൂസിലേജിനസ് കോട്ടിംഗ് ടു പ്രിവെൻറ്റ് വെറ്റിംഗ്. വെറ്റിംഗ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് മ്യൂസിലേജിൻ്റെ കോട്ടിംഗ് ഉണ്ടാവും. വെറ്റിംഗ്.
അപ്പോൾ 2 എണ്ണം വീതം പറഞ്ഞതുകൊണ്ട് നമ്മൾ കറക്റ്റ് 2 എണ്ണം വീതം എഴുതിയിട്ടുണ്ട് കേട്ടോ. ദെൻ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ, പോളിനേഷൻ ഇസ് എൻ ഇമ്പോർട്ടൻറ്റ് ഈവൻ, ഡിഫൈൻ പോളിനേഷൻ. തൊട്ട് മുന്നേ ഇപ്പോൾ ഡിഫൈൻ ചെയ്തതേ ഉള്ളൂ. റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ഓട്ടോഗാമി, ഗെയ്റ്റ്നോഗാമി ആൻഡ് സെനോഗാമി. ആൻഡ് ഇതും എൻ്റെ മക്കൾക്ക് എല്ലാവർക്കും സിമ്പിൾ ആണെന്ന് മിസ്സിന് അറിയാം. അപ്പോൾ എന്താണ് ഓട്ടോഗാമി എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫർ ഓഫ് പോളൻ ആണ് അല്ലേ, എവിടുന്ന് എങ്ങോട്ട്, സെയിം ഫ്ലവറിൽ. Okay, from the anther to the stigma of same flower. So transfer of pollen from the anther to the stigma of same flower. സെയിം ഫ്ലവറിലുള്ള ആ ഒരു പോളിനേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഓട്ടോഗാമി എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഗെയ്റ്റ്നോഗാമി എന്താണ്? ഗെയ്റ്റ്നോഗാമി എന്ന് പറഞ്ഞാൽ സെയിം ഫ്ലവർ അല്ല, ഡിഫറെൻറ്റ് ഫ്ലവർ ആണ്, പക്ഷേ സെയിം പ്ലാന്റ് ആണ്. ഓക്കെ, സോ ട്രാൻസ്ഫർ ഓഫ് പോളൻ ഫ്രം ദി ആന്തർ ടു ദ സ്റ്റിഗ്മ, ഓഫ്, ഇവിടെയാണ് ഡിഫറൻസ് ഇരിക്കുന്നത്, ഡിഫറെൻറ്റ് ഫ്ലവർ ബട്ട് സെയിം പ്ലാന്റ്, സെയിം പ്ലാന്റ് ആണ്. റെഡി? ഇതാണ് നമ്മുടെ പോയിന്റ്. അപ്പോൾ എന്താണ് സെനോഗാമി എന്ന് ചോദിച്ചാലോ, ട്രാൻസ്ഫർ ഓഫ് പോളൻ ഒക്കെയാണ് ഫ്രം ദി ആന്തർ ടു ദ സ്റ്റിഗ്മ ഓഫ് ഡിഫറെൻറ്റ് ഫ്ലവർ. ഓക്കെ, ഡിഫറെൻറ്റ് ഫ്ലവർ ഓഫ് ഡിഫറെൻറ്റ് പ്ലാന്റ്. ഡിഫറെൻറ്റ് ഫ്ലവറും ഡിഫറെൻറ്റ് പ്ലാന്റും തമ്മിലുള്ള പോളിനേഷൻ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, സെനോഗാമി എന്ന് പറയാം. ട്രാൻസ്ഫർ ഓഫ് പോളൻ ഫ്രം ദി ആന്തർ ടു ദ സ്റ്റിഗ്മ ഓഫ് ഡിഫറെൻറ്റ് ഫ്ലവർ ഓഫ് ഡിഫറെൻറ്റ് പ്ലാന്റ്. ഓക്കെ, അത് മിസ് വീണ്ടും ആ സെയിം സെൻറ്റൻസ് എഴുതാത്തതാണ് കേട്ടോ. ഇനി ഗിവൺ ബിലോസ് ദ ഡയഗ്രാം ഓഫ് മെച്യൂർ എംബ്രിയോ സാക്ക് ഓഫ് ആൻജിയോസ്പേം, ലേബിൾ ദ പാർട്സ് ABCD. അപ്പം ABCD ലേബിൾ ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഈ ഡയഗ്രാം എൻ്റെ മക്കൾ നോക്കണം, ഇത് കറക്റ്റ് ഓർഡറിലല്ല ABCD തന്നിരിക്കുന്നത്, തോന്നിയ സ്ഥലത്താണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് C നോക്കിയാൽ മനസ്സിലാവും അല്ലേ, ഏതാണ്, നമ്മുടെ ആൻറ്റിപോഡൽസ് ആണ്. ദെൻ നമ്മുടെ B എന്താണ്, സെൻറ്ററിലുള്ള 2 ന്യൂക്ലിയൈ ആണ്, നമ്മുടെ പോളാർ ന്യൂക്ലിയൈ ആണ്. ഓക്കെ, പോളാർ ന്യൂക്ലിയൈ. ദെൻ A എന്ന് പറയുന്നത് നമ്മുടെ സൈനാജിഡും D എന്ന് പറയുന്നത് സൈനാജിഡിൻ്റെ ബേസിലുള്ള തിക്കനിങ് ആണ്. ഓക്കെ, സോ C എന്ന് പറയുന്നത് എന്താണ്, അല്ല ആണോ മിസ് എഴുതിയപ്പോൾ വീണ്ടും തെറ്റി, C ആണ് ആൻറ്റിപോഡൽസ്. മിസ് അങ്ങനെ എഴുതരുതെന്ന് പറഞ്ഞിട്ടേ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷേ മിസ് അതുപോലെ തന്നെ എഴുതി. C ആണ് നമ്മളുടെ ആൻറ്റിപോഡൽസ് ആൻഡ് B ആണ് നമ്മളുടെ പോളാർ ന്യൂക്ലിയൈ. A എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ സൈനാജിഡ്സ് ആണ്. ആൻഡ് D എന്ന് പറയുന്നത് അതിൻ്റെ തിക്കനിങ് ആണ്, ഫില്ലിഫോം അപ്പാരറ്റസ്. ഇതെൻ്റെ മക്കൾ ശ്രദ്ധിക്കണേ. ഇപ്പം മിസ് പറഞ്ഞു, മിസ് ശ്രദ്ധിച്ചു, എന്നിട്ടും കണ്ടോ എഴുതി വരുമ്പോൾ അങ്ങനെ ആയപ്പോൾ, അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് നിങ്ങൾക്കൊരു പാഠമാണ്. ദെൻ വാട്ട് ഈസ് ഡബിൾ ഫെർട്ടിലൈസേഷൻ ആൻഡ് മെൻഷൻ ദ പ്ലോയിഡി ഓഫ് സൈഗോട്ട് ആൻഡ് പെൻ. അപ്പോൾ സൈഗോട്ടിൻ്റെയും പെന്നിൻ്റെയും പ്ലോയിഡി നമുക്കറിയാം, ഇത് 2N ആണ് ആൻഡ് ഇത് 3N ആണ്. ഡിപ്ലോയിഡും ട്രിപ്ലോയിഡും ആണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്ന വാട്ട് ഈസ് ഡബിൾ ഫെർട്ടിലൈസേഷൻ എന്ന് ചോദിച്ചാൽ എന്താ മക്കളെ പറയാം, ഡബിൾ ഫെർട്ടിലൈസേഷൻ എന്താണ് എൻ്റെ കുട്ടികൾ പറഞ്ഞേ, വാട്ട് ഈസ് ഡബിൾ ഫെർട്ടിലൈസേഷൻ, എന്താണ് ഡബിൾ ഫെർട്ടിലൈസേഷൻ? ഇത് ആരുടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈവൻ്റ് ആണ്, ഇൻ ആൻജിയോസ്പേംസ് അല്ലേ. ആൻജിയോസ്പേംസ് ദർ ആർ 2 ഫ്യൂഷൻ ഈവൻറ്റ്സ്, രണ്ട് ഫ്യൂഷൻ ഈവൻറ്റ്സ് ഉണ്ട്. ഏതൊക്കെയാണ് ആ 2 ഫ്യൂഷൻ ഈവൻറ്റ്സ് എന്ന് പറയുന്നത്? വൺ ഇസ് ട്രിപ്പിൾ ഫ്യൂഷൻ, രണ്ടാമത്തേത് എന്താണ്, സിൻഗാമി. ഇൻ സിൻഗാമി എന്ത് ചെയ്യും, മെയിൽ ആൻഡ് ഫീമെയിൽ ന്യൂക്ലിയൈ ഫ്യൂസ് ടു ഫോം സൈഗോട്ട്. മെയിൽ ആൻഡ് ഫീമെയിൽ ന്യൂക്ലിയൈ ഫ്യൂസ് ടു ഫോം ഡിപ്ലോയിഡ് സൈഗോട്ട്. ഓക്കെ, ഡിപ്ലോയിഡ് ആയിട്ടുള്ള സൈഗോട്ട് ഫോം ചെയ്യും. വെറാസ് ഇൻ ട്രിപ്പിൾ ഫ്യൂഷനിൽ എന്താ സംഭവിക്കുക, മെയിൽ ന്യൂക്ലിയൈ ആൻഡ് സെക്കൻഡറി ന്യൂക്ലിയസ് അല്ലെ, പോളാർ ന്യൂക്ലിയസ് ഫ്യൂസ് ചെയ്തിട്ടാണ് സെക്കൻഡറി ന്യൂക്ലിയസ് ആയിട്ട് മാറുക. സെക്കൻഡറി ന്യൂക്ലിയസ് ഫ്യൂസ് ടു ഫോം പെൻ, പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് വിച്ച് ഇസ് ട്രിപ്ലോയിഡ്.
ഇങ്ങനെ രണ്ട് ഫ്യൂഷൻ ഈവൻറ്റ്സ് നടക്കുന്നതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡബിൾ ഫെർട്ടിലൈസേഷൻ. ദെൻ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ, ഒരു ടിപ്പിക്കൽ മൈക്രോസ്പൊറാഞ്ചിയത്തിന് എത്ര വോൾ ലെയേഴ്സ് ഉണ്ട്? 4 വോൾ ലെയേഴ്സ് ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. നെയിം ദ 4 വോൾ ലെയേഴ്സ് ആൻഡ് സ്റ്റേറ്റ് ദ ഫംഗ്ഷൻ ഓഫ് ഇന്നർ മോസ്റ്റ് വോൾ ലെയർ. അപ്പോൾ ഇതിന് നമ്മുടെ കോഡാണ് നമ്മളുടെ E²MT അല്ലേ. അപ്പോൾ 2 E ഉണ്ടല്ലോ. അപ്പോൾ ഏറ്റവും പുറമെ എന്തായാലും നമ്മളുടെ എപ്പിഡെർമിസ്, ദെൻ അതിൻ്റെ ഉള്ളിലായിട്ട് നമുക്ക് എൻഡോതീഷ്യം, അതിൻ്റെ ഉള്ളിലായിട്ട് M എന്താണ്, M4 മിഡിൽ ലെയേഴ്സ്. ദെൻ ഏറ്റവും ഉള്ളിലായിട്ടാണ് ആര് വരുന്നത്, നമ്മളുടെ ടപ്പീറ്റം, 4ാമത്തെ ലെയർ. അപ്പോൾ ടപ്പീറ്റത്തിൻ്റെ ഫംഗ്ഷനാണ് നമ്മളോട് ചോദിച്ചത്. അപ്പോൾ ടപ്പീറ്റത്തിൻ്റെ ഫംഗ്ഷൻ എന്താണ്, പ്രൊവൈഡ് നറിഷ്മെൻറ്റ് ഫോർ ദ ഡെവലപ്പിംഗ് പോളൻ ഗ്രെയിൻസ്. പ്രൊവൈഡ് നറിഷ്മെൻറ്റ് ഫോർ ദി ഡെവലപ്പിംഗ് പോളൻ. വളർന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ പോളൻ ഗ്രെയിൻസിന് എന്ത് കൊടുക്കുക, നറിഷ്മെൻറ്റ് കൊടുക്കുക എന്നുള്ളതാണ് ടപ്പീറ്റത്തിൻ്റെ ഫംഗ്ഷൻ. റെഡി? ഓക്കെ. ഇത് നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ. നമ്മളുടെ ഒരു ഡൈക്കോട്ട് എംബ്രിയോ ആണ് തന്നിരിക്കുന്ന, ഭാഗങ്ങൾ അടയാളപ്പെടുത്താനാണ് പറഞ്ഞത്. അപ്പോൾ ഈ ഒരു ഡയഗ്രത്തിന് മിസ് ഇത് നിങ്ങൾക്ക് വരച്ച് തന്നെ കാണിച്ചു തരാം, കാരണം അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം ആയതുകൊണ്ടാണ്. ഓക്കെ, ഇങ്ങനെ അല്ല, ഇതെന്താ ഇങ്ങനെ നിൽക്കണേ? ഇങ്ങനെയാണ് നമ്മുടെ ഡൈക്കോട്ട് എംബ്രിയോ ഇരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം ഇത് 2 കോട്ടിലിഡൻ ആണ്. ഓക്കെ, 2 കോട്ടിലിഡൻ. റെഡി? ഇതാണ് എംബ്രിയോണൽ ആക്സിസ്. അപ്പോൾ ലെവൽ ഓഫ് എംബ്രിയോണൽ ആക്സിസിന് മുകളിലുള്ള ഈ ഭാഗം എപ്പികോട്ടൈലാണ്. പക്ഷേ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ അടയാളപ്പെടുത്തിയിട്ടില്ല. എപ്പികോട്ടൈലിൻ്റെ ടിപ്പാണ് നമ്മൾ പ്ലിമ്യൂൾ എന്ന് പറയാം, പ്ലിമ്യൂൾ. ആൻഡ് എംബ്രിയോണൽ ആക്സിസിൻ്റെ ഈ ലെവൽ ഓഫ് കോട്ടിലിഡന് താഴെയുള്ള ഭാഗം അതിനെയാണ് നമ്മൾ പറയുക ഹൈപ്പോകോട്ടൈൽ. ഹൈപ്പോകോട്ടൈലിൻ്റെ ടിപ്പിനെയാണ് നമ്മൾ പറയുക റാഡിക്കിൾ. റാഡിക്കിളിൽ നിന്നാണ് റൂട്ട് വരിക. ആൻഡ് റാഡിക്കിളിനെ കവർ ചെയ്തിട്ട് നമുക്ക് റൂട്ട് ക്യാപ്പ് ഉണ്ട്. ഇത്രയേ ഉള്ളൂ. ഇത്രയാണ് നമുക്ക് അടയാളപ്പെടുത്താനുള്ളത്. ഇനി ഈ ഡയഗ്രാം എൻ്റെ മക്കൾ നോക്കിക്കേ. ABC ഇതാ. എ എന്താ വരിക, പ്ലിമ്യൂൾ. ടിപ്പ് ഓഫ് എപ്പികോട്ടൈലാണ്. അപ്പോൾ എപ്പികോട്ടൈൽ എന്താണ്, കോട്ടിലിഡൻ്റെ ലെവലിന് മുകളിലുള്ള ഭാഗം, അതിൻ്റെ ടിപ്പാണ് പ്ലിമ്യൂൾ. ദെൻ ബി എന്ന് പറഞ്ഞാൽ നമ്മുടെ കോട്ടിലിഡൻസ് ആണ്. ഇവിടെ നമുക്ക് 2 കോട്ടിലിഡൻസ് ഉള്ളതുകൊണ്ട് നമ്മൾ ഇതിന് എന്ത് പറയും, ഡൈക്കോട്ട് എംബ്രിയോ എന്ന് പറയും. ദെൻ സി ആണ് നമ്മുടെ ഹൈപ്പോകോട്ടൈൽ. ദെൻ അതിൻ്റെ ടിപ്പാണ് നമ്മളുടെ റാഡിക്കിൾ. ദെൻ ഇവിടെ നമുക്ക് റാഡിക്കിളിനെ കവർ ചെയ്തുകൊണ്ട് റൂട്ട് ക്യാപ്പ്. സിമ്പിൾ. ഓക്കെ, ഇത് എക്സാമിന് വരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണ് കേട്ടോ. അടുത്ത നമ്മുടെ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഒരു സ്ഥിരം ക്വസ്റ്റൻ ആണ്. ഐഡൻറ്റിഫൈ ആൻഡ് ലേബൽ ദ പാർട്സ് ABCD ഭാഗങ്ങൾ അടയാളപ്പെടുത്തുക എന്നാണ് ആദ്യം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നോക്കിക്കേ മക്കളെ, നമുക്കിവിടെ എ നോക്കിക്കഴിഞ്ഞാൽ ഇസ്തമസും ഉണ്ട്, ഇൻഫണ്ടിബിളും ഉണ്ട്. ആൻഡ് നടുവിലുള്ള ഭാഗമാണ് വൈഡ് ആയിട്ടുള്ള ഭാഗം, വേർ ഫെർട്ടിലൈസേഷൻ ഒക്കെ ആംപ്യുള. ദെൻ ബി എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ പ്രൈമറി സെക്സ് ഓർഗൻസ് ഓഫ് ഫീമെയിൽ, ദാറ്റ് ഈസ് ഓവറി. ദെൻ സി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഫിംബ്രി ആണ് അല്ലേ. ഇൻഫണ്ടിബിളത്തിന് മുകളിലുള്ള ഫിംഗർ ലൈക്ക് ആയിട്ടുള്ള ആ ഒരു പ്രൊജക്ഷനെയാണ് നമ്മൾ എന്ത് പറയുക, ഫിംബ്രിയെ. ദെൻ ഡി എന്ന് പറഞ്ഞാൽ നമ്മുടെ സെർവിക്കൽ കനാലാണ്. കിട്ടിയല്ലോ, ഭാഗങ്ങൾ അടയാളപ്പെടുത്തി. മെൻഷൻ ദ സർജിക്കൽ കോൺട്രസെപ്റ്റീവ് മെത്തേഡ് ഇൻ മെയിൽ ആൻഡ് ഫീമെയിൽ ആൻഡ് നെയിം ദ പാർട്ട് വിച്ച് ഇസ് കട്ട് ആൻഡ് ടൈഡ് അപ്പ് ഇൻ ഈച്ച് മെത്തേഡ്. അപ്പോൾ മെയിലിൻ്റെ സർജിക്കൽ മെത്തേഡ് എന്ത്, ഫീമെയിൽസിൻ്റെ സർജിക്കൽ മെത്തേഡിൻ്റെ പേരെന്ത്? നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്നുള്ള ഭാഗം കൂടി ഒരുമിച്ചാക്കി ചോദിച്ചതാണ്. അപ്പോൾ മെയിൽസിൻ്റെ മെത്തേഡിന് നമ്മൾ പറയുന്നതാണ് വാസെക്ടമി. അങ്ങനെ പറയാൻ കാരണം ഇവിടെ ഏത് ഭാഗമാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്, വാസ് ഡിഫറൻസ് ആണ് കട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മളിതിനെ വാസെക്ടമി എന്ന് പറയുന്നത്. അതും ചോദിച്ചിട്ടുണ്ട്. ആൻഡ് ഫീമെയിൽസിന് നമ്മൾ പറയുന്നതാണ് ട്യൂബെക്ടമി. എന്തുകൊണ്ടാണ് ഇതിന് ട്യൂബെക്ടമി എന്ന് പറയണേ? ഇവിടെ നമ്മൾ ട്യൂബാണ് കട്ട് ചെയ്യുന്നത്, ദാറ്റ് ഇസ് ഫാലോപ്പിയൻ ട്യൂബ്. ഫാലോപ്പിയൻ ട്യൂബ് നമ്മൾ കട്ട് ചെയ്ത് കെട്ടി വെക്കുന്നതുകൊണ്ടാണ് ട്യൂബെക്ടമി എന്ന് പറയുന്നത്. ദെൻ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ, സ്പെർമാറ്റോജെനസിസും ഓജെനസിസും തമ്മിലുള്ള 2 ഡിഫറൻസ്. ഇവിടെ സ്പെർമാറ്റോജെനസിസിൽ നമുക്ക് എന്ത് പറയാം, സ്റ്റാർട്ട് അറ്റ് പ്യൂബർട്ടി. ഓക്കെ, പ്യൂബർട്ടിയിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതാണെങ്കിലോ സ്റ്റാർട്ട് അറ്റ് എംബ്രിയോണിക് സ്റ്റേജ്. നമ്മൾ കുഞ്ഞ് എംബ്രിയോ ആയിരിക്കുന്ന സമയത്ത് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇവിടെയാണെങ്കിലോ 4
ഫ്രം സിംഗിൾ സ്പെർമാറ്റോഗോണിയ. ഒരൊറ്റ സ്പെർമാറ്റോഗോണിയത്തിൽ നിന്ന് നമുക്ക് 4 സ്പേം ഉണ്ടാകും. ഇവിടെയാണെങ്കിലോ സിംഗിൾ ഓവം ഫ്രം 1 ഊഗോണിയ. ഒരു ഊഗോണിയത്തിൽ നിന്ന് ഒരു ഓവം മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ നമുക്ക് വേറെയും കുറേ ഡിഫറൻസസ് പറയാം. ഇതാണെങ്കിൽ എന്താണ്, ഈക്വൽ ഡിവിഷനാണ്. ഇവിടെയാണെങ്കിലോ അൺഈക്വൽ ഡിവിഷനാണ്, അൺഈക്വൽ ഡിവിഷൻ. ഇവിടെയാണെങ്കിൽ പോളാർ ബോഡീസ് ഫോം ചെയ്യുന്നുണ്ട്, ഇവിടെയാണെങ്കിൽ പോളാർ ബോഡീസിൻ്റെ ഫോർമേഷൻ ഇല്ല. ഇവിടെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, മിയോട്ടിക് അറസ്റ്റ് ഉണ്ട്, മിയോട്ടിക് അറസ്റ്റ്. ഇവിടെയാണെങ്കിലോ നോ, അങ്ങനത്തെ അറസ്റ്റ് ഒന്നും തന്നെ ഇല്ല. ഇത് മെയിൽസിലാണ്, അത് ഫീമെയിൽസിലാണ്, അത് ടെസ്റ്റീസിലാണ്, അത് ഓവറിയിലാണ്. ഓക്കെ, 2 ഡിഫറൻസ് എഴുതാൻ പറഞ്ഞിട്ടുള്ളൂ, നമ്മൾ അത്ര എഴുതി. ഇനി ഇത് മക്കളെ എംബ്രിയോൻ്റെ ഡെവലപ്മെൻറ്റ്, ഇത് എപ്പോഴും ചോദിക്കുന്നതാണ് 2 മാർക്കിനൊക്കെ. ഈ 4 എണ്ണം മാച്ച് ചെയ്താൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് 2 മാർക്സ് കിട്ടും. സോ ഫസ്റ്റ് മന്തിലാണ് നമ്മൾ പറയുന്നത് നമ്മളുടെ ഫസ്റ്റത്തെ സാധനം നമ്മുടെ ഹാർട്ട് ബീറ്റ് അല്ലേ, കുഞ്ഞിൻ്റെ ഹാർട്ട് സൗണ്ട് നമുക്ക് നോട്ടീസ് ചെയ്യാൻ പറ്റും. റെഡി. ആൻഡ് നമ്മുടെ സെക്കൻഡ് മന്ത് ആകുമ്പോൾ എന്താ, നമുക്ക് 2 കൈയും കൈയല്ലേ ഉണ്ടാവുക, അപ്പോൾ 2 എണ്ണം. അപ്പോൾ നമ്മൾ എന്താ പറയുക, ലിംസ് ആൻഡ് ഡിജിറ്റ്സ് ആർ ഫോംഡ്. ദെൻ 5th മന്തിൽ ബേബി മൂവ് ചെയ്യാൻ തുടങ്ങും, ബേബിയുടെ മൂവ്മെൻറ്റ് ഒബ്സർവ് ചെയ്യാം. 6th മന്ത് ആകുമ്പോൾ നമ്മുടെ ഐലിഡ്സും ഐലാഷസ് ഒക്കെ സെപ്പറേറ്റ് ചെയ്യും, ബോഡി ത്രൂ ഔട്ട് ഹെയർ വരും. ഓക്കെ, ദെൻ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഷുവർ ക്വസ്റ്റ്യൻ, വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, മെൻസ്ട്രൽ സൈക്കിളിലെ ആ ഒരു ഗ്രാഫാണ്. ഓക്കെ, നെയിം എ ആൻഡ് ബി. അപ്പോൾ എയും ബിയും ഏതാണെന്ന് നമ്മൾ പേരിടാനാണ് പറഞ്ഞിരിക്കുന്നത്, എയും ബിയും. അപ്പം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒന്നും പ്രൊജക്ഷൻ ഇല്ല, ഇവിടെ മാത്രം ഒറ്റ മല കാണുന്നതാണ് നമ്മളുടെ ബി അല്ലേ. അപ്പോൾ ഒറ്റ മലയുള്ളത് ബിയും 2 മലയുള്ളത് എയുമാണ്. അപ്പോൾ 2 മലയുള്ളത് നമ്മുടെ ഈസ്ട്രോജൻ, ഒറ്റ മലയുള്ളത് നമ്മുടെ പ്രൊജസ്റ്റിറോൺ. ഓക്കെ, അപ്പോൾ നമ്മളുടെ എ പാർട്ട് നമ്മൾ കവർ ചെയ്തു. ദെൻ അടുത്തത് റീകൺസ്ട്രക്ട് ദ ഗ്രാഫ് ഷോയിങ് ദ ലെവൽ ഓഫ് ഹോർമോൺ ഇൻ ലൂട്ടിയൽ ഫേസ്. അപ്പോൾ ലൂട്ടിയൽ ഫേസിൽ ഈ ഗ്രാഫിൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്നാണ് നമ്മളോട് ബി പാർട്ട് ചോദിച്ചത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു ഹോർമോൺ ഇങ്ങനെ പോയി അടുത്തത് ലൂട്ടിയൽ ഫേസിലാണ് അടുത്ത ആ ഒരു ഹോർമോണിൻ്റെ പീക്ക് വരിക അല്ലേ, അതാണ് നമ്മളുടെ ബി. മറ്റേ ആൾ എങ്ങനെയാണ്, മറ്റേ ആൾക്ക് ഇവിടെ ഓൾറെഡി ഒരു പീക്കുണ്ട്, ദെൻ അടുത്തതായിട്ട് ഇവിടെ ഒരു പീക്ക് വരും അല്ലേ. അപ്പോൾ അതാണ് നമ്മളുടെ എ. ഇതാണ് നമ്മളുടെ ലൂട്ടിയൽ ഫേസിലുള്ള ഗ്രാഫിൻ്റെ അവസ്ഥ. ദെൻ അടുത്ത നമ്മളോട് എന്താ ചോദിച്ചാൽ, നെയിം ദ ഹോർമോൺ സെക്രേറ്റഡ് ബൈ കോർപ്പസ് ലൂട്ടിയം ആൻഡ് മെൻഷൻ ഇറ്റ്സ് ഫംഗ്ഷൻ. അപ്പോൾ കോർപ്പസ് ലൂട്ടിയം സെക്രേറ്റ് ചെയ്യുന്ന നമ്മുടെ ഹോർമോണാണ് പ്രൊജസ്റ്റിറോൺ. അതിൻ്റെ ഫംഗ്ഷൻ എന്താണ്, മെയിൻറ്റെയിൻ പ്രഗ്നൻസി അല്ലെങ്കിൽ മെയിൻറ്റെയിൻ എൻഡോമെട്രിയം. എൻഡോമെട്രിയത്തിനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഹോർമോണാണ്. സിമ്പിൾ. ഓക്കെ, അപ്പം അതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണ്, എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റൻ ആണ് കേട്ടോ. then അതേപോലത്തെ ഒരു ക്വസ്റ്റൻ ആണ് ഇത്, ഐഡൻറ്റിഫൈ ദ ഫിഗർ. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇത് നമ്മുടെ ബ്ലാസ്റ്റോസിസ്റ്റ് ആണ്. ബ്ലാസ്റ്റോസിസ്റ്റ് ആകുമ്പോഴാണ് നമ്മളുടെ യൂട്രസിൽ എൻഡോമെട്രിയത്തിൽ പോയിട്ട് ഇംപ്ലാന്റേഷൻ നടക്കുക. നെയിം ദ പാർട്സ് ലേബിൾഡ് എ ആൻഡ് ബി. അപ്പോൾ എ എന്ന് പറയുമ്പോൾ നമുക്ക് ഇതാണ് എ അല്ലേ, ഇത് നമ്മുടെ ഇന്നർ സെൽമാസ് ആണ്, ഇന്നർ സെൽമാസ്. ആൻഡ് ബി എന്ന് പറയുമ്പോൾ നമ്മളുടെ ട്രോഫോബ്ലാസ്റ്റ് ആണ്, ട്രോഫോബ്ലാസ്റ്റ്. ആൻഡ് റൈറ്റ് ദ ഫംഗ്ഷൻ ഓഫ് എ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എ എന്താണ്, എയുടെ ഫംഗ്ഷൻ എന്താണ്, ഇറ്റ് ബിക്കംസ് ദ എംബ്രിയോ. എ എന്തായിട്ട് മാറും, എംബ്രിയോ ആയിട്ട് മാറും. ഇന്നർ സെൽമാസ് ആണ് നമ്മളുടെ എംബ്രിയോ ആയിട്ട് മാറുക, ട്രോഫോബ്ലാസ്റ്റ് ആണ് അറ്റാച്ച്മെൻറ്റിന് സഹായിക്കുക. ദെൻ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ഇസ് ഫ്രം റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്. ഇതൊരു ഷുവർ ക്വസ്റ്റൻ ആണ് മക്കളെ, എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ്. ഇത് ഒരു കാരണവശാലും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. ഓക്കെ, എന്താണ്, റൈറ്റ് എനി 4 STD. അപ്പോൾ ഏതെങ്കിലും 4 STDസിൻ്റെ പേരാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഏതെങ്കിലും 4 എണ്ണം സിമ്പിൾ ആയിട്ടുള്ളതൊക്കെ പഠിച്ചു വെക്കുക. അപ്പം മിസ് തൽക്കാലം എയ്ഡ്സ് എഴുതുന്നുണ്ട്, ഹെർപ്പീസ് എഴുതുന്നുണ്ട്, ജെനൈറ്റൽ ഹെർപ്പീസ്. ഓക്കെ, ജെനൈറ്റൽ ഹെർപ്പീസ്. then hepatitis B, then നമുക്ക് ക്ലമിഡിയാസിസ്, ജെനൈറ്റൽ വാട്ട്സ് ഒക്കെ ഉണ്ട് കേട്ടോ. തൽക്കാലം 4 എണ്ണം പറഞ്ഞുകൊണ്ട് 4 എണ്ണം എഴുതുന്നു. മെൻഷൻ ദ മെഷേഴ്സ് ടു ബി ടേക്കൺ ടു പ്രിവെൻറ്റ് STD. STD പ്രിവെൻറ്റ് ചെയ്യാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാം? ഒന്ന് എന്താണ്, ഓൾവേസ് യൂസ് കോണ്ടംസ്. ഓൾവേസ് യൂസ് കോണ്ടംസ്. എപ്പോഴും നമുക്ക് എന്ത് ചെയ്യാം, കോണ്ടംസ് ഉപയോഗിക്കാം. കോണ്ടംസ് എന്ത് ചെയ്യുന്നുണ്ട്, STDസിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. രണ്ടാമതായിട്ട് അവോയ്ഡ് സെക്സ് വിത്ത് അൺനോൺ പാർട്ട്നേഴ്സ് ആൻഡ് മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സ്. അറിയാത്ത ആൾക്കാരും ഒന്നിലധികം ആൾക്കാരുടെയും കൂടെയുള്ള സെക്സ് ഒഴിവാക്കുക, മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സ്.
പിന്നെ എന്ത് ചെയ്യുക, ഇൻ കേസ് ഓഫ് എനി ഡൗട്ട് നമ്മൾ വേഗം തന്നെ ഡോക്ടറെ കാണാൻ ട്രീറ്റ്മെൻറ്റ് എടുക്കാം. ഓക്കെ, ഇൻ കേസ് ഓഫ് എനി ഡൗട്ട് കൺസൾട്ട് ഡോക്ടർ ആൻഡ് കംപ്ലീറ്റ് ട്രീറ്റ്മെൻറ്റ് ഇഫ് ഡയഗ്നോസ്ഡ്. നമുക്കുണ്ടെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുക. കാരണം 3 STDs ഒഴികെ ബാക്കി എല്ലാം നമുക്ക് എന്താണ്, കംപ്ലീറ്റ്ലി ക്യൂറബിൾ ആണ്. ആ 3 STDs ആണ് ഇവർ. ഇങ്ങനെ H വരുന്ന ഈ 3 ആൾക്കാർ, ഹെപ്പറ്റൈറ്റിസ്, ഹെർപ്പീസ്, ദെൻ എയ്ഡ്സിൽ നമ്മുടെ HIV, ഈ 3 ആൾക്കാർ ഒഴികെ ബാക്കിയെല്ലാം കംപ്ലീറ്റ്ലി ക്യൂറബിൾ ആണ്. അപ്പോൾ അഥവാ നമുക്ക് എന്തെങ്കിലും അസുഖങ്ങൾ ഡിറ്റക്ട് ചെയ്യുകയാണെങ്കിൽ വേഗം ട്രീറ്റ്മെൻറ്റ് എടുത്താൽ നമുക്ക് സിമ്പിളായിട്ട് ക്യൂർ ചെയ്യാം. ഓക്കെ, ദെൻ ഓറൽ കോൺട്രാസെപ്റ്റീവ് പിൽസ് ഇൻഹിബിറ്റ് ഓവുലേഷൻ ആൻഡ് ഓൾട്ടർ ദ ക്വാളിറ്റി ഓഫ് സെർവിക്കൽ മ്യൂക്കസ്. അപ്പോൾ ഹോർമോൺ ഇൻവോൾവ് ആയിട്ടുള്ള ആൾക്കാരുടെ മെത്തേഡാണ് പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെ ചെയ്യുന്നുണ്ട്, ഓവുലേഷൻ ഇൻഹിബിറ്റ് ചെയ്യും, അതേപോലെ തന്നെ സെർവിക്കൽ മ്യൂക്കസിൻ്റെ ക്വാളിറ്റി മാറ്റും. വിച്ച് കോമ്പണൻറ്റ് ഇൻ ഓറൽ കോൺട്രാസെപ്റ്റീവ് പിൽ ഇൻഹിബിറ്റ് ഓവുലേഷൻ? ഓവുലേഷൻ ഇൻഹിബിറ്റ് ചെയ്യുന്നത് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആരാണ്? നമ്മുടെ പ്രൊജസ്റ്റിറോൺ ആണ്. പ്രൊജസ്റ്റിറോൺ. ദെൻ നെയിം ആൻ ഓറൽ കോൺട്രാസെപ്റ്റീവ് ഡെവലപ്ഡ് ബൈ CDRI സഹേലി. സെൻട്രൽ ഡ്രഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലക്നൗ ഡെവലപ്പ് ചെയ്തിട്ടുള്ളതാണ് സഹേലി. നെയിം ദ സർജിക്കൽ ടെർമിനേഷൻ മെത്തേഡ് ഇൻ മെയിൽ ആൻഡ് ഫീമെയിൽ. മെയിൽസിലാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു വാസെക്ടോമി, ഫീമെയിൽസിലാണെങ്കിൽ നമ്മൾ പറഞ്ഞു ട്യൂബെക്ടോമി. ഇത് നമ്മൾ നേരത്തെ ഹ്യൂമൻ റീപ്രൊഡക്ഷനിൽ ഒരു ക്വസ്റ്റ്യൻ ചെയ്തു. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, wide range of contraceptive methods are presently available. Okay, list out any 2 natural contraceptive. ഏതെങ്കിലും 2 നാച്ചുറൽ കോൺട്രാസെപ്റ്റീവ് എന്ന് പറയുമ്പോൾ നമുക്ക് ഏതൊക്കെയുണ്ട്? നമുക്ക് വിഡ്രോവൽ മെത്തേഡ് അല്ലെങ്കിൽ കോയിറ്റസ് ഇൻറ്ററപ്റ്റസ് അറിയാം, അല്ലെങ്കിൽ നമുക്ക് പീരിയോഡിക് അബ്സ്റ്റിനൻസ് പറയാം, അല്ലെങ്കിൽ ലാക്ടേഷണൽ അമിനോറിയ പറയാം. അപ്പോൾ 2 എണ്ണം പറയാൻ പറഞ്ഞുകൊണ്ട് ബസ് ഇത് 2 എഴുതാണ് കേട്ടോ. ദെൻ ലിസ്റ്റ് ഔട്ട് 1 അഡ്വാൻറ്റേജ് ആൻഡ് 1 ഡിസഡ്വാൻറ്റേജ്. അപ്പോൾ അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ എന്താണ്? നോ സൈഡ് എഫക്റ്റ്. ഇതൊരു നാച്ചുറൽ മെത്തേഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് സൈഡ് എഫക്റ്റ് ഇല്ല. ഇനി എന്താണ് ഡിസഡ്വാൻറ്റേജ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ഹൈ ഫെയിലിയർ ചാൻസ്. ഫെയിലിയർ ചാൻസ് വളരെ ഹൈ ആണ്. അപ്പോൾ 1 അഡ്വാൻറ്റേജും 1 ഡിസഡ്വാൻറ്റേജും. ഓക്കെ, ദെൻ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ. യെസ്, വാട്ട് ഈസ് ദ മെത്തേഡ് ഷോൺ ഇൻ ദ ഡയഗ്രാം? അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ള ഡയഗ്രമാണ്. ഏത് മെത്തേഡാണ് കാണിച്ചിരിക്കുന്നത്? നമ്മുടെ ട്യൂബെക്ടോമി ആണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റണത് അല്ലേ. ഫാലോപ്പിയൻ ട്യൂബ് കട്ട് ചെയ്ത് ടൈ ചെയ്ത് വെക്കണം. മെൻഷൻ എനി 2 IUDs ടു പ്രിവെൻറ്റ് കോൺസെപ്ഷൻ. അപ്പോൾ ഏതെങ്കിലും 2 IUD പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കോപ്പർ T പറയാം, അല്ലെ കോപ്പർ റിലീസിങ് IUD ആണ്. LNG-20 പറയാം, ഹോർമോൺ റിലീസിങ് IUD ആണ്. ഏതെങ്കിലും IUD ആണ് എഴുതാൻ പറഞ്ഞത്. Then what is surgical method of male sterilization is called vasectomy. Vas difference നമ്മൾ കട്ട് ചെയ്ത് കെട്ടിവെക്കുകയാണ്. Then നമ്മുടെ അടുത്ത question is from biotechnology principles. PCR stands for polymerase chain reaction. What is the function of PCR? PCRന്റെ ഫംഗ്ഷൻ എന്താ മക്കളെ? നമ്മൾ ഒരു പാരന്റൽ സ്ട്രാൻഡ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബില്യൺസ് ഓഫ് കോപ്പീസ് കിട്ടും അല്ലേ. അപ്പോൾ ആംപ്ലിഫിക്കേഷൻ ആണ്. ആംപ്ലിഫിക്കേഷൻ ഓഫ് ഡിസയേർഡ് DNA. നമുക്ക് ആവശ്യമുള്ള DNAയുടെ കുറേ കോപ്പീസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് PCR കൊണ്ട് നമുക്ക് ഉദ്ദേശിക്കുന്നത്. നെയിം ദ 3 സ്റ്റെപ്സ്. എപ്പോഴും ചോദിക്കുന്നതാണ്. ഡീനാച്ചുറേഷൻ, അനീലിംഗ്, എക്സ്റ്റൻഷൻ. ഇത് 3 നമ്മളുടെ PCRന്റെ 3 സ്റ്റെപ്സ്. വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഡീനാച്ചുറേഷൻ, അനീലിംഗ്, എക്സ്റ്റൻഷൻ. നെയിം ദ DNA പോളിമറേസ് എൻസൈം ആൻഡ് ദ നെയിം ഓഫ് ദ ബാക്ടീരിയ. ടാക് പോളിമറേസ് എന്ന് പറയുന്ന ഒരു എൻസൈമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഹൈ ടെമ്പറേച്ചറും റെസിസ്റ്റ് ചെയ്യുന്ന ഒരു എൻസൈമാണ്. ഇത് ഐസൊലേറ്റ് ചെയ്തത് ഏത് ബാക്ടീരിയ ആണ്? തെർമസ് അക്വാട്ടിക്കസ്. ഇതൊരു ആർക്കി ബാക്ടീരിയ ആണ്. ഇതിന് ടെമ്പറേച്ചർ റെസിസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ. ഗിവൺ ബിലോ ദ ഡയഗ്രാം ഡെപിക്ട്സ് ദ സെപ്പറേഷൻ ഓഫ് DNA ഫ്രാഗ്മെന്റ്. ഏതാണ് ഈ ഒരു ടെക്നിക്ക് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള പിക്ചറാണ്. വെരി ഇമ്പോർട്ടൻറ്റ്. ഏതാണ്? ജെൽ ഇലക്ട്രോഫോറസിസ് അല്ലേ. ജെൽ ഇലക്ട്രോഫോറസിസ്. ഓക്കെ, ജെൽ ഇലക്ട്രോഫോറസിസ് ആണ്. ദെൻ ഹൗ ക്യാൻ യു വിഷ്വലൈസ് ദ സെപ്പറേറ്റഡ് DNA ഫ്രാഗ്മെന്റ്സ് ഇൻ ദിസ് ടെക്നിക്? അപ്പോൾ DNA നമുക്കറിയാം കളർലെസ് ആണ്. അപ്പോൾ ഇതിന് നമുക്ക് എങ്ങനെ വിഷ്വലൈസ് ചെയ്യാം? നമ്മൾ എന്ത് ചെയ്യുന്നു? ട്രീറ്റിംഗ് വിത്ത് എത്തിഡിയം ബ്രോമൈഡ്. എത്തിഡിയം ബ്രോമൈഡ് ഒരു ഡൈ ആണ്. അതിനുശേഷം ഫോളോഡ് ബൈ UV ലൈറ്റ് എക്സ്പോഷർ. ഫോളോഡ് ബൈ UV ലൈറ്റ് എക്സ്പോഷർ. നമ്മൾ UV ലൈറ്റിൽ എക്സ്പോസ് ചെയ്യുക.
അപ്പോൾ നമുക്ക് എന്ത് കാണാൻ പറ്റും? ബ്രൈറ്റ് ഓറഞ്ച് കളേർഡ് ആയിട്ടുള്ള ബാൻഡ്സ് കാണാം. വാട്ട് ഈസ് ഇല്യൂഷൻ? മക്കളെ, ഇല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ സെപ്പറേഷൻ ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ആ സെപ്പറേറ്റഡ് DNA ഫ്രാഗ്മെൻറ്റിനെ നമ്മൾ ജെല്ലിൽ നിന്ന് കട്ട് ചെയ്യുന്നു, ആ ജെൽ പീസ് കട്ട് ചെയ്യുന്നു, അതിൽ നിന്ന് DNA സെപ്പറേറ്റ് ചെയ്യുന്നു. ഓക്കെ, കട്ടിങ് ഔട്ട് ദ ഡിസയേർഡ് DNA ആൻഡ് സെപ്പറേഷൻ ഓഫ് DNA. ജെൽ പീസിൽ നിന്ന് നമ്മളത് കട്ട് ചെയ്തെടുക്കുന്നു, എന്നിട്ട് ആ ജെല്ലിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? DNA സെപ്പറേറ്റ് ചെയ്യുന്നതിനെയാണ് ഇല്യൂഷൻ എന്ന് പറയുക. നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ ക്ലോണിങ് വെക്ടർ. നമ്മൾ ആദ്യമായിട്ടുണ്ടാക്കിയ നമ്മുടെ ഫസ്റ്റത്തെ ആർട്ടിഫിഷ്യൽ ക്ലോണിങ് വെക്ടർ ഏതാണ്? നമ്മുടെ PBR322. റെഡി? ഇനി റൈറ്റ് 3 ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ. ഒരു ക്ലോണിംഗ് വെക്ടറിന് തീർച്ചയായിട്ടും ഉണ്ടാവേണ്ട 3 ഫീച്ചേഴ്സ് ഏതൊക്കെയാണ്? ഒന്ന്, ഒറൈസ് സൈറ്റ് വേണം, ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ. ഈ സീക്വൻസ് ഇല്ലെങ്കിൽ റെപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യില്ല. രണ്ടാമതായിട്ട് ക്ലോണിംഗ് സൈറ്റ് അല്ലെങ്കിൽ റെക്കഗ്നീഷൻ സീക്വൻസ് വേണം, എന്നാലേ നമ്മുടെ റെസ്ട്രിക്ഷൻ എൻസൈംസ് വന്ന് അവിടെ മുറിച്ച് അവിടെ നമ്മുടെ ഫോറിൻ DNA കൂട്ടിച്ചേർക്കാൻ പറ്റുള്ളൂ. മൂന്നാമതായിട്ട് സെലക്ടബിൾ മാർക്കേഴ്സ് വേണം. ഇതിനുള്ളിൽ DNA കൂട്ടിച്ചേർത്തോ അത് തന്നെയാണോ നമ്മുടെ ഹോസ്റ്റിൽ കയറിയത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സഹായിക്കുന്നതാണ് സെലക്ടബിൾ മാർക്കർ. ആൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ക്യാൻ വി മേക്ക് എ ഹോസ്റ്റ് സെൽ കോമ്പീറ്റൻറ്റ് ടു റിസീവ് ഫോറിൻ ജീൻ? അപ്പോൾ ഫോറിൻ ജീൻ അല്ലെങ്കിൽ DNA റിസീവ് ചെയ്യാൻ നമുക്ക് എങ്ങനെ ഹോസ്റ്റിനെ കോമ്പീറ്റൻ്റ് ആക്കാം? ഒന്നെന്താണ്? ട്രീറ്റിംഗ് വിത്ത് ഡൈവാലൻ്റ് കാറ്റയോൺ, അല്ലേ? ഡൈവാലൻ്റ് കാറ്റയോൺ ലൈക്ക് കാൽഷ്യം അയോൺസിൻ്റെ കൂടെ ട്രീറ്റ് ചെയ്യുക. ആൻഡ് ഹീറ്റ് ഷോക്ക് ട്രീറ്റ്മെൻറ്റ്, അതും ഹീറ്റ് ഷോക്കും കൊടുക്കാം. ഐസിൽ വെക്കുക 42°C, ഐസിൽ വെക്കുക 42, അങ്ങനെ ട്രീറ്റ് ചെയ്യാം. ദെൻ അടുത്തതായിട്ട് നമുക്ക് അനിമൽ സെല്ലിലാണെങ്കിൽ മൈക്രോ ഇഞ്ചെക്ഷൻ ഉപയോഗിക്കാം. മൈക്രോ ഇഞ്ചെക്ഷൻ ഡയറക്റ്റ് ആയിട്ട് ഫോറിൻ DNA അനിമൽ സെല്ലിലുള്ള ഇഞ്ചെക്റ്റ് ചെയ്യാം. ദെൻ നമുക്ക് എന്ത് ചെയ്യാം? ജീൻ ഗൺ മെത്തേഡ് അല്ലെങ്കിൽ ബയോളിസ്റ്റിക്സ് ഉപയോഗിക്കാം. പ്ലാന്റ് സെല്ലിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ DNA കോട്ട് ചെയ്തിട്ടുള്ള ഗോൾഡ് അല്ലെങ്കിൽ ടങ്സ്റ്റൺ പാർട്ടിക്കിൾ ഹൈ വെലോസിറ്റിയിൽ ബൊമ്പാർഡ് ചെയ്യാണ്. അതും അല്ലെങ്കിൽ ഡിസാംഡ് പാത്തജൻസ് ഉപയോഗിക്കും. ഡിസാംഡ് പാത്തജൻ അനിമൽസിനും പ്ലാന്റ്സിനും ഡിസാംഡ് പാത്തജൻ ഉണ്ട്. പ്ലാന്റ്സിലാണെങ്കിൽ TI പ്ലാസ്മിഡ്, അനിമൽസിലാണെങ്കിൽ എന്താ പറയും, റിട്രോ വൈറസസിന് ഉപയോഗിക്കും. സോ ഇത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് അല്ലെ ക്വസ്റ്റ്യൻസ് മിസ് നിങ്ങൾക്ക് കാണിച്ചു തന്നതാണ്. ഇതേപോലത്തെ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മുടെ ലൈവിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആരും തന്നെ ലൈവ് മിസ് ചെയ്യരുത്. ആൻഡ് ഓണം എക്സാം നമുക്ക് തകർക്കാം, എല്ലാം ഫുൾ സെറ്റാക്കാം. ഓക്കെ, നമ്മൾ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. അപ്പോൾ എൻ്റെ മക്കൾ ആരും തന്നെ ടെൻഷൻ അടിക്കേണ്ട. ഓക്കെ, അപ്പോൾ എൻ്റെ കുട്ടികൾ ആരും ലൈവ് മിസ് ചെയ്യാതിരിക്കുക. കറക്റ്റ് 7 PM നമ്മുടെ ചാനലിലേക്ക് വരും. ഓക്കെ.